നമസ്കാരം. ഈ കച്ചവടം എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ച് മുകേഷ് അംബാനിക്ക് ക്ലാസ് എടുക്കാൻ പോയുള്ള അവസ്ഥ എന്തായിരിക്കും? അദ്ദേഹത്തെ പ്രത്യേകിച്ച് അത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു ചരിത്ര ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് ഈ 90കളിൽ നമ്മുടെ ഒരു ജനപ്രിയ ഇന്ത്യൻ ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു. അതൊന്ന് BPL ആണ്, മറ്റൊന്ന് കെൽവിനേറ്റർ ഇന്ത്യ ആയിരുന്നു. കെൽവിനേറ്റർ ഇന്ത്യ എന്ന് ഞാൻ പറഞ്ഞത് പിന്നീട് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഈ വിപണി വിദേശ കമ്പനികൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത ആഗോളവൽക്കരണ കാലമുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഈ രണ്ട് ബ്രാൻഡുകളും അപ്രസക്തമായി പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അല്ലെങ്കിൽ BPLനോ കെൽവിനേറ്ററിനോ ആഗോള ബ്രാൻഡുകളോട് മത്സരിക്കാൻ പറ്റാതെ അവർ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവിടെ മുകേഷ് അംബാനി ഈ രണ്ട് ബ്രാൻഡുകളെയും പുനർജനിപ്പിക്കാനായിട്ട് ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് റീറ്റെയിൽ അവർ BPL, കെൽവിനേറ്റർ എന്നിവയുടെ ലൈസൻസും നിർമ്മാണ വിപണന അവകാശവും സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്വീഡിഷ് കമ്പനിയായ ഇലക്ട്രോലെക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് ഇപ്പോൾ കെൽവിനേറ്ററിൻ്റെ ബ്രാൻഡ് അവരാണ് ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്നാണ് ഈ പറയുന്ന നമ്മുടെ മുകേഷ് അംബാനി ഇത് വാങ്ങിയിരിക്കുന്നത്. BPL ഒരു പൂർണ്ണമായും ഒരു ഇന്ത്യൻ കമ്പനിയാണ് എന്നുള്ളതുകൂടി മനസ്സിലാക്കണം. അപ്പോൾ ഈ സാംസങ്, LG തുടങ്ങിയ വിദേശ കമ്പനികളുടെ ഇന്ത്യൻ ഇലക്ട്രോണിക്സ് വിപണിയിലെ മേധാവിത്വം തകർക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് മുകേഷ് അംബാനിയുടെ ലക്ഷ്യം. അപ്പോൾ ഒരു കാലത്ത് ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷനുകൾ, വാഷിംഗ് മെഷീനുകൾ, LED ബൾബുകൾ എന്നിവയാണ് ഈ ബ്രാൻഡുകൾക്ക് കീഴിൽ ഇവർ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് ഇന്ത്യൻ വിപണിയിൽ വലിയ അധികായന്മാരായിരുന്നു BPLും കെൽവിനേറ്ററും. അപ്പോൾ ഇവരുടെ പേരിൽ ഇനി വരുന്നത് അവർ മുമ്പ് ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണോ എത്തിച്ചിരുന്നത് അതിൻ്റെ കൂടെ പുതിയ കാലഘട്ടത്തിലെ LED ബൾബുകളും BLDC ഫാനുകളടക്കമുള്ളവയും വരും എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് ഏത് രീതിയിലാണ് വിൽപ്പനയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലയൻസ് ഡിജിറ്റൽ അല്ലെങ്കിൽ ജിയോ മാർട്ട്, സ്മാർട്ട് ബസാർ തുടങ്ങിയ റിലയൻസിൻ്റെ വിവിധ ഔട്ട്ലെറ്റുകളുണ്ടല്ലോ, അതിൻ്റെ ആ സ്റ്റോറുകൾ വഴിയും വിതരണ ശൃംഖലകൾ വഴിയും കൂടാതെ പ്രാദേശിക റീറ്റെയിൽ കടകൾ വഴിയും ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാക്കാനായിട്ടാണ് ഇവരുടെ പദ്ധതി. അപ്പോൾ ഈ രണ്ട് ബ്രാൻഡുകളും ഇന്ത്യൻ വിപണിയിൽ തിരിച്ചെത്തിക്കുന്നതിലൂടെ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ വമ്പൻ ബിസിനസ് വരുമാനമാണ് റിലയൻസ് ലക്ഷ്യമിടുന്നത്. വിപണിയിലെ മുൻനിരക്കാരായ സാംസങ്ങും LGയും തുടങ്ങിയ വിദേശ കമ്പനികളെക്കാൾ ഏകദേശം 20 മുതൽ 25% വരെ കുറഞ്ഞ വിലയിലായിരിക്കും ഈ BPL ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കെൽവിനേറ്ററിൻ്റെ ഉൽപ്പന്നങ്ങൾ റിലയൻസ് വിപണിയിൽ എത്തിക്കുക എന്നുള്ള വാർത്തയും കൂടി സാധാരണക്കാരനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുള്ളതാണ്. അപ്പോൾ മുമ്പ് ഏതാണ്ട് കൃത്യം പറഞ്ഞാൽ 1970കളിൽ ഇന്ത്യയിൽ പ്രസിദ്ധമായിരുന്ന ഒരു കോള കമ്പനിയുണ്ട്. അതിൻ്റെ പേര് ക്യാമ്പ എന്നുള്ളതാണ്. ഈ ക്യാമ്പയെ റിലയൻസ് വാങ്ങി, ആ ബ്രാൻഡ് വാങ്ങിയിട്ട് വില കുറഞ്ഞ കോള ഉൽപ്പന്നമായിട്ട് നമ്മുടെ പെപ്സിയോടോ കൊക്കക്കോളയോടോ മത്സരിക്കുന്ന തരത്തിൽ അതിനേക്കാൾ വില കുറച്ച എന്നാൽ ഗുണനിലവാരത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഇപ്പം ക്യാമ്പ കോള റിലയൻസ് വിപണിയിൽ എത്തിക്കുന്നുണ്ട്. അതേ വിപണന തന്ത്രം തന്നെയാണ് BPLൻ്റെയും കെൽവിനേറ്ററിൻ്റെയും കാര്യത്തിൽ അംബാനി ഉദ്ദേശിക്കുന്നത്. വില കുറയ്ക്കുക, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മുൻകാലങ്ങളിൽ BPL നിർമ്മിച്ചിരുന്ന ഉൽപ്പന്നശാലകളോ മറ്റുമൊക്കെ ഇപ്പോൾ കാലഹരണപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇപ്പോൾ അംബാനി അദ്ദേഹത്തിൻ്റെ ഈ BPL അല്ലെങ്കിൽ കെൽവിനേറ്റർ ബ്രാൻഡുകൾ ആ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് പദ്ധതികൾ വഴി ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്നുള്ള പരിപാടിയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വന്തം ഉൽപ്പന്നശാലകൾ ഉണ്ടാകില്ല, പകരം കോൺട്രാക്ട് മാനുഫാക്ചറിങ് സമ്പ്രദായമായിരിക്കും ഉപയോഗിക്കുക. റിലയൻസ് ഈ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും അവരുടെ സ്വന്തം ഫാക്ടറികളിൽ മാത്രം നിർമ്മിക്കുന്നതിന് പകരം ഇന്ത്യയിലെ പ്രമുഖ ഇലക്ട്രോണിക്സ് കരാർ നിർമ്മാതാക്കളായ ഡിക്സൺ ടെക്നോളജീസ് പോലെയുള്ള കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ ആഭ്യന്തര മറ്റ് സംവിധാനങ്ങൾ വഴി ഉള്ള സംഗതിയായിരിക്കും, അല്ലെങ്കിൽ നിർമ്മാണ രീതിയായിരിക്കും അവർ അവലംബിക്കുക. പിന്നെ ഈ ഉൽപ്പന്നങ്ങളുടെ പ്രധാന അസംസ്കൃത വസ്തുക്കളൊക്കെ തന്നെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുകയായിരിക്കും ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ ഈ ചിപ്പുകൾ, LED പാനലുകൾ അടക്കമുള്ളവയെല്ലാം പ്രത്യേകിച്ച് തായ്വാനിൽ നിന്നോ ചൈനയിൽ നിന്നോ ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിലെ വിവിധ അസംബ്ലിംഗ് യൂണിറ്റുകളിൽ അസംബിൾ ചെയ്തിട്ടായിരിക്കും ഇവ എത്തിക്കുക. അപ്പോൾ ഇനി ഈ BPL എന്ന് പറയുന്നത് നമ്മുടെ ഒരു പഴയ ഒരു നൊസ്റ്റാൾജിയാണ്. അതിൻ്റെ തുടക്കം ഒരു മലയാളിയിൽ നിന്നാണ് എന്നുള്ളത് കൂടി എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. TP ഗോപാലൻ നമ്പ്യാർ എന്ന ഒരു മലയാളിയാണ് BPL എന്ന ഈ ബ്രാൻഡിൻ്റെ തുടക്കക്കാരൻ.
കണ്ണൂർ തലശ്ശേരി സ്വദേശിയായിരുന്നു അദ്ദേഹം UK-യിലും US-ലും ജോലി ചെയ്ത ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി 1963 പാലക്കാട് ഒരു ചെറിയ നിർമ്മാണ യൂണിറ്റായിട്ടാണ് BPLന് തുടക്കമിട്ടത്. BPLൻ്റെ മുഴുവൻ പേര് ബ്രിട്ടീഷ് ഫിസിക്കൽ ലബോറട്ടറീസ് എന്നായിരുന്നു. അപ്പോൾ ആദ്യകാലത്ത് പ്രതിരോധ സേനകൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സിനും ആവശ്യമായ പാനൽ ഹീറ്ററുകളും മെഡിക്കൽ ഉപകരണങ്ങളുമായിരുന്നു, പ്രത്യേകിച്ച് ECG പോലെയുള്ള മെഷീനുകളൊക്കെ ആയിരുന്നു ആദ്യം നിർമ്മിച്ചിരുന്നത്. പിന്നീട് കമ്പനിയുടെ ആസ്ഥാനം ബംഗളൂരുവിലേക്ക് മാറ്റി. 1982 ഡൽഹിയിൽ ഏഷ്യൻ ഗെയിംസ് അരങ്ങേറിയപ്പോഴാണ് BPLന് ഒരു വഴിത്തിരിവുണ്ടായത്. കാരണം ആ സമയത്താണ് നമ്മുടെ ഇന്ത്യൻ ടെലിവിഷനിൽ കളർ ടെലികാസ്റ്റിംഗ് തുടങ്ങിയത്. അതിനു മുമ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം ജപ്പാനീസ് കമ്പനിയുമായ സാനിയോ അവരുമായിട്ടൊരു ധാരണയിലെത്തുകയും BPLൻ്റെ പേരിൽ കളർ ടെലിവിഷനുകൾ വിപണികളിൽ എത്തിക്കാൻ തുടങ്ങി. 90കളിൽ BPL ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനപ്രിയ ബ്രാൻഡായിട്ട് മാറി. അവരുടെ ടാഗ് ലൈൻ തന്നെ ബിലീവ് ഇൻ ദ ബെസ്റ്റ് എന്നായിരുന്നു. ഇന്ത്യയിലെ പ്രമുഖ സിനിമാ താരം അമിതാഭ് ബച്ചൻ പോലെയുള്ളവർ അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് മാറി. അങ്ങനെ TV കൂടാതെ VCR, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ബാറ്ററികൾ അടക്കമുള്ളവ BPLൻ്റെ പേരിൽ നമ്മുടെ വിപണിയിൽ എത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 2000ൻ്റെ തുടക്കങ്ങളിൽ വിദേശ ബ്രാൻഡുകൾ ഇന്ത്യയിലേക്ക് വരികയും അവരോട് മത്സരിച്ച് നിൽക്കാൻ കെൽപ്പില്ലാതെ BPL പിന്നീട് വിപണിയിൽ നിന്ന് കുറേശ്ശെ പിൻവാങ്ങുന്ന ഒരവസ്ഥയും ഉണ്ടായി എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. പിന്നെ BPL എന്ന് പറയുമ്പോൾ ആദ്യകാലങ്ങളിൽ ഉണ്ടായ മൊബൈൽ സേവന സർവീസും BPLൻ്റെ പേരിൽ കൂടിയാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ BPL എന്ന പേര് നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പണ്ട് കാലങ്ങളിൽ TV ഉള്ള വീടുകൾ തേടി TV കാണാൻ പോയ ഏതാണ്ട് 80കളിൽ ജനിച്ചവർക്ക് ഒരു നൊസ്റ്റാൾജിയാണ്. ആ നൊസ്റ്റാൾജിയയെ വീണ്ടും ചൂഷണം ചെയ്യുക, അതോടൊപ്പം വില കുറഞ്ഞ ഗുണനിലവാരം ഏറിയ ഉൽപ്പന്നങ്ങൾ അത് ഇന്ത്യൻ ബ്രാൻഡിൽ തന്നെ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കെൽവിനേറ്റർ ഇന്ത്യ എന്നുള്ളൊരു പേര്, അത് ഞാൻ പിന്നീട് വിശദീകരിക്കാമെന്ന് പറഞ്ഞു. കാരണം ഈ കെൽവിനേറ്റർ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡല്ല, അതൊരു വിദേശ ബ്രാൻഡാണ്. അവർ ഇന്ത്യയിൽ നമുക്ക് മുമ്പ് ഈ ആഗോളവൽക്കരണമൊക്കെ നടപ്പിലാക്കുന്നതിന് മുൻപ് അത്തരം കമ്പനികൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ വന്ന് അവരുടെ സംരംഭം തുടങ്ങേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ആരംഭിച്ചതാണ് കെൽവിനേറ്റർ ഇന്ത്യ എന്ന പേര്. പിന്നീട് ആ കമ്പനിക്കും ഇതേപോലെ പിടിച്ചു നിൽക്കാൻ പ്രയാസമായി വന്നപ്പോൾ ഈ കെൽവിനേറ്റർ ഇന്ത്യ അത് വേൾപൂൾ എന്ന് പറയുന്ന ഒരു കമ്പനി ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷേ വേൾപൂൾ അവരുടെ സ്വന്തം ബ്രാൻഡിനാണ് വലിയ പ്രാമുഖ്യം കൊടുത്തത്. കെൽവിനേറ്ററിൻ്റെ ഫ്രിഡ്ജും AC-യും ഒക്കെ നമുക്ക് പരിചിതമാണെങ്കിലും വേൾപൂൾ വന്നതോടുകൂടി വേൾപൂളിന് വേണ്ടിയിട്ടാണ് അവർ അധികവും പരസ്യവും മറ്റ് കാര്യങ്ങളുമൊക്കെ നടപ്പിലാക്കിയത്. അങ്ങനെ കെൽവിനേറ്ററിന് വീണ്ടും ഒരു തിരിച്ചുവരവ് അസാധ്യമായി. പിന്നീടാണ് കൈമാറി ഇലക്ട്രോലെക്സിനുമായിട്ട് അവരിപ്പോൾ ആയിരിക്കുന്നത്. നേരത്തെ വീഡിയോകോണുമായിട്ടും കെൽവിനേറ്റർ ഒരു ധാരണയിൽ ഉണ്ടായിരുന്നു എന്നും കൂടി അറിയുന്നുണ്ട്. ഏതായാലും ഇലക്ട്രോലെക്സ് ഇപ്പോൾ അതും ഈ കെൽവിനേറ്റർ എന്ന് പറയുന്ന ബ്രാൻഡ് റിലയൻസിന് കൈമാറിയിരിക്കുന്നു. ഇനി റിലയൻസിൻ്റെ കീഴിൽ ഈ രണ്ട് പഴയ നൊസ്റ്റാൾജിയയും BPLും കെൽവിനേറ്ററും തിരിച്ച് ഇന്ത്യയുടെ വിപണിയിൽ തിരിച്ചെത്തും. അതോടൊപ്പം വിദേശ ബ്രാൻഡുകൾക്ക് കൃത്യമായ ഒരു മത്സരം കാഴ്ചവെക്കാനും ഈ രണ്ട് ബ്രാൻഡുകൾക്കും കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.